ഹലോ, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടിയും കൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. ഈവനിങ് ആണ് ഇറങ്ങിയത്. അത് കാരണം നല്ല ബ്ലോക്കായിരുന്നു. ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇറങ്ങിപ്പോയപ്പോൾ ഈ ടൈമായി. കാരണം ഒരു 6 മണിയായപ്പോൾ ഇറങ്ങി. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത് കാരണം നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നൈസ് റോഡ് കയറി നമ്മളെ മെയിൻ സിറ്റിയുടെ ഉള്ളിലേക്ക്, ബാംഗ്ലൂർ സിറ്റിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയ കാരണം കൊണ്ട് നാട്ടിലെത്തുമ്പോൾ എത്ര മണിയാവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നല്ല ബ്ലോക്കായിരുന്നു, പോരാത്തതിന് വീക്കെൻഡും. പിന്നെ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷാൻ അപ്പം തുടങ്ങും, അമ്മയെ വിശക്കണു, അമ്മയെ വിശക്കണു. അങ്ങനെ ഞങ്ങളൊരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് എത്തുമ്പോഴേക്കും ആൾക്ക് കരച്ചിലായി തുടങ്ങി. പിന്നെ പകൽ ഉറങ്ങാത്തതിൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ടോളും കൊടുത്തു. അപ്പം നമ്മൾ അടുത്ത ടോളും കൊടുത്ത് കൃഷ്ണഗിരിക്ക് കയറാൻ പോവാണ്. ആശാൻ പറഞ്ഞു തുടങ്ങി, അമ്മ എനിക്ക് വിശന്നിട്ട് പാടില്ല, എന്തെങ്കിലും വാങ്ങിത്തായോന്ന്. അപ്പം പിന്നെ വേറെ നിവർത്തിയൊന്നുമില്ല. കൃഷ്ണഗിരി എത്താറാകുമ്പോഴേക്കും പിന്നെ ആൾ ഉറങ്ങാൻ തുടങ്ങി. അപ്പം ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. അവിടെ വിജയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ആദ്യം ഞങ്ങൾ കഴിച്ചത് ചിക്കൻ റൈസ്. ചേട്ടനും അച്ഛനും ഉണ്ണിയും ഗീ റോസ്റ്റാണ് പറഞ്ഞത്. നല്ല വലിയ ഗീ റോസ്റ്റായിരുന്നു. അവരത് മടക്കിയിട്ടാണ് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 തരം ചട്നിയും സാമ്പാറും. ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റായിക്കോട്ട വഴിയാണ് സ്ഥലത്തേക്ക് വന്നത്. അവിടെ എത്തുമ്പോഴേക്കും എല്ലാവർക്കും ഒരുവിധം ടയേർഡായപ്പോൾ ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ചായക്കടയിൽ കയറി. അവിടെ ആ ചേട്ടനാണെങ്കിൽ നല്ല ഫ്രഷ് ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ചേട്ടൻ ഒരു സംഭവം കൊണ്ടുവന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്. എന്താണെന്ന് പറയാമോ? ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി കൂടെ ഫുള്ളും വലിയ വലിയ ലോറികൾ, അതും ഒക്കെ കാണാത്തതായിട്ടുള്ള തരത്തിലുള്ള വലിയ ലോറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ടോറസ് അങ്ങനെയുള്ളത്. പിന്നെ കുറച്ച് ദൂരം പോയപ്പോൾ കണ്ട കാഴ്ചയാണ് മാങ്ങാക്കട. അതും സമയം നോക്കണേ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചേച്ചിയും ചേട്ടനും കൂടിയിട്ടാണ് നടത്തുന്നത്. നമ്മളവരെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും അവർ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് തന്നു. അത് സ്പെഷ്യാലിറ്റി എന്ന് പറയുക ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നീ സേലം ഗുണ്ട മാങ്ങ കഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു എന്നെ കളിയാക്കിയതാണ്. പക്ഷെ അത് ചെത്തി തന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എല്ലാ മാങ്ങയും നമുക്ക് തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മരുന്നൊന്നും അടിക്കാത്ത അവരുടെ തോട്ടത്തിൽ നിന്നുള്ള മാങ്ങയാണ്, ഫ്രഷ് മാങ്ങ. എല്ലാ തരം മാങ്ങയും നമുക്ക് ഓരോ കഷ്ണം മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തന്നു. മോന് മുളക് പൊടി കൂട്ടി കഴിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആ അണ്ണൻ വേറെ മാങ്ങ അവന് ചെത്തിയിട്ട് കൊടുത്തു. നമ്മൾ ഏകദേശം ഒരു 5 കിലോൻ്റെ അടുത്ത് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് പോണ കാരണം കൊണ്ട് എല്ലാവർക്കും നല്ല ഫ്രഷ് മാങ്ങ കൊടുക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതിന്. എന്തായാലും നമ്മൾ വാങ്ങിയേക്കാളും കൂടുതൽ മാങ്ങ നമുക്ക് എല്ലാത്തിൽ നിന്നും അവർ ഓരോ മാങ്ങ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടും തന്നിട്ടുണ്ടായിരുന്നു. അതിന് അവർ അഡീഷണൽ പൈസ വാങ്ങി ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. അവസാനം പോകാൻ നേരത്ത് മോൻ അവരുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അവൻ പറഞ്ഞു, അമ്മ ആക്കിയും അണ്ണനും നല്ല ആൾക്കാരാണ്, അവർ നമുക്ക് എല്ലാതും ഫ്രഷായിട്ടാണ് എടുത്ത് തന്നത്. വരാൻ നേരത്ത് ഇഷാന് 2 മാങ്ങ എക്സ്ട്രാ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇപ്പം ഏകദേശം ടൈം 3 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങൾ വീടെത്താറായി. ഇപ്പോൾ ബായ്.